രണ്ട് കാര്യമായിരുന്നു. ഒന്ന്, ഒരു ദിവസം പോലും ലാഗ് വരാൻ പാടില്ല. രണ്ടാമത് മാർക്കറ്റ് ചെയ്യാൻ. ഈ വർഷത്തിൽ സ്റ്റാർകാസ്റ്റ് ആവില്ല. പടം ലാഗില്ലാത്ത മൂവിയാണെങ്കിൽ മാർക്കറ്റ് ചെയ്താൽ നന്നായി പോകും. അല്ലാതെ വലിയ രോമാഞ്ചോടി സ്റ്റാർകാസ്റ്റ് ആവശ്യമില്ല. ഒരു ദിവസം പോലും ലാഗ് വരാൻ പാടില്ല. നമുക്ക് പോകാൻ പാടില്ല. കാരണം ഇപ്പൊ പുതിയ എന്തെങ്കിലും ഇലക്ട്രോണിക് ഗെയിംസിലോ കഴിയുമ്പോൾ നമുക്ക് വീഴ്ചകളെ കാണുന്നുണ്ട്. അറ്റൻഷൻ കുറവാണ്, സ്പാനിങ് കുറവാണ്, സ്പാനിങ് കുറവാണ്. അപ്പൊ ലാഗ് വന്നാൽ ഫിലിം നോക്കാം. കഥകളൊക്കെ നോക്കും, മേക്കിംഗ് ആണ്. അപ്പൊ ഈ ഫിലിം നല്ലൊരു ലാഗ് ഇല്ലാത്ത നല്ല മൂവിയാണ്. മാർക്കറ്റ് ചെയ്ത ഈ പണം നന്നായി പോകും. സ്റ്റാർകാസ്റ്റിന് ആവശ്യമില്ല. അഭിലാഷ് നന്നായി അഭിനയിക്കാൻ പന്ത്രണ്ട് നടിയെ മറക്കാം. മഞ്ജുവാറിനെ പതിനഞ്ച് നടിയെ മറക്കാം. നിത്യാനന്ദ കട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വിഷ്ണു കൊച്ചിക്കാരന് ഈ സിനിമയെ കുറിച്ച് കേട്ടോ. ഈ പടത്തില് ഇപ്പൊ ഏതായാലും ഈ പടത്തില് എല്ലാവരും ആശംസകളും. പിന്നെ നമ്മുടെ അലങ്കസ് പെരേര ബിഗ് ബോസിലേക്ക് പോവുകയാണെങ്കിൽ ന്യൂസ് കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. കാര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് പോവാന്ന് പറയുമ്പോ സന്തോഷമുണ്ട്. ഇപ്പൊ പറയുന്നില്ല, എന്തായാലും ഓഗസ്റ്റ് 3-ാം തീയതി നമുക്ക് പ്രേക്ഷകരിലേക്ക് കാണാം. പിന്നെ 4 വിശേഷമുള്ളത് കൂടുതൽ മൂവി പടത്തിന്റെ റിവ്യൂ സിംഹം ആറാട്ടൊന്നും വിശ്വാസത്തിലേക്ക് ഉണ്ടെങ്കിലും ഒരു സിംഹം എന്ന് പറയുന്ന ഒരു പിണക്കമോ. അപ്പൊ നമ്മുടെ അലൻ ജോസ് പെരേര 2 വാക്ക് സിനിമയെ കുറിച്ച് 2 വാക്കുണ്ടോ? ഒരു പടം കണ്ടു. അപ്പോ പടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പടം ഒരു ഫാമിലി കുറച്ച് ഡ്രാമയാണ്. കാരണം നമ്മളൊരു കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഭാര്യമാര് ചിലപ്പോൾ ഓടിപ്പോവും, ചിലപ്പോൾ ഭർത്താക്കന്മാർ ഓടിപ്പോവും. അങ്ങനെ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു വൈബ് സിനിമയാണ്. പിന്നെ ഒരു ഹൃദയം, ഒരു ഗ്രാമീണ കഥയാണ്. കാരണം പാലക്കാട് പശ്ചാത്തലത്തിലാണ് അത് ഒരുക്കുന്നത്. അനുഗ്രഹം രീതി അഭിനയിച്ചിട്ടുണ്ട്. രസമായിട്ട് വരുന്നുണ്ട്, പാട്ടുകളുണ്ട്, പുതുമുഖമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഡയറക്ടറൊക്കെ പുതുമുഖമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സിനിമയാണ് പട്ടായ കഥ. എല്ലാവരും ജൂലൈ 11-ാം തീയതിയാണ് തിയേറ്ററിലെ റിലീസ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. എന്താണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എല്ലാവരും സിനിമ കാണണം. താങ്ക് യു. ഈ 5 പോക്കങ്ങളിൽ നിന്നും ഈ പട്ടായ കഥ എന്താ വ്യത്യസ്തപ്പെടുന്നത്? അതൊരു കുറച്ചും കൂടെ ഒരു ഇടി അങ്ങനെയൊക്കെ വരുന്ന ഒരു മൂവിയാണ്. പക്ഷെ ഇത് ഒരു നല്ല ബാലൻസ് ഉള്ള ഒരു മൂവിയാണ്. പക്ഷെ ഇത് എന്താ പറയുക, കുടുംബചിത്രം. ഞാനിപ്പോ ഈ സിനിമ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് അഞ്ചക്കള കൊക്കാൻ ചെയ്യാൻ വേണ്ടി പോയത്. എല്ലാവരെയും ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പാട്ടായ കഥ എന്ന ഈ സിനിമയുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇതിന് ഫണ്ട് മുടക്കിയതും അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഉണ്ടാവാനിടയായതും സോമൻ ഡാനിയൽ അഥവാ അച്ചായൻ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒരു വ്യക്തിയുടെ കടമയക്കാണ്. അപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഓരോ വ്യക്തിയോടും, ഇപ്പോ നിർമ്മാതാവ് എന്ന പേരിൽ ബൈജു പി ജോൺ എന്ന പേരിലാണ് ഇപ്പൊ ഈ സിനിമ ഇറങ്ങുന്നത്. എല്ലാവരോടും എന്റെ പ്രത്യേകം നന്ദി. എന്റെ പേര് വിജീഷ് വാസുദേവ്. ഞാൻ ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നതിൽ ഒരാളാണ്. ഈ സബ്ജക്റ്റ് വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് തരുന്ന ഒരു സബ്ജക്റ്റാണ്. ഒരു നാച്ചുറലായിട്ടാണ് ഇവരെല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്. മാക്സിമം നമ്മളെ കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. വണക്കം, നമസ്കാരം. എന്റെ പേര് വടിവേൽ ചിത്തരംഗൻ. എന്റെ സ്വന്തം നാട് കോയമ്പത്തൂരാണ്. ഇതിന്റെ ഫസ്റ്റ് മൂവിയാണ്. ഒരു ത്രൂ ഔട്ട് ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ കേരള മക്കളും കാണണം. നല്ലൊരു മൂവിയാണ്. ഫാമിലി മുഴുവനും കണ്ട് ഇരുന്ന് ചിരിക്കേണ്ട മൂവിയാണ്, ചിന്തിക്കേണ്ട മൂവിയാണ്. അപ്പൊ എന്റെ ഒരു ഫസ്റ്റ് മൂവിയാണ്. എല്ലാവരും അനുകരിക്കണം, ആശീർവദിക്കണം. നന്ദി. പാട്ടായ കഥ കേരളക്കരയിൽ മാത്രമല്ല അടുത്ത സംസ്ഥാനങ്ങളിലും പാട്ടാകണം. അതിന് മീഡിയാസിന്റെ സഹായമാണ് ഞങ്ങൾക്ക് ആവശ്യം. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു അനുഭവം
ഉള്ളത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി വിജയമാകണം. ഇതിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. നന്ദി, നമസ്കാരം. മനു എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ പാട്ടായ കഥ സിനിമ ഈ വരുന്ന ജൂലൈ 11-ാം തീയതി തിയേറ്ററിൽ റിലീസ് ആവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. ഞങ്ങൾ പുതുമുഖങ്ങളാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മീഡിയയിലെ എല്ലാ ആൾക്കാരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സിനിമയെ എല്ലാ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവത്തിനോടും നന്ദി. പാട്ടായ കഥ ആ മൂവി നല്ലൊരു തീമാണ് ഈ ചെയ്തിരിക്കുന്നത്. ആ തീം ഇപ്പൊ നടന്നതായിരിക്കാം, നടക്കാൻ പോകുന്നതായിരിക്കാം. എന്തായാലും ഫാമിലി ആയിട്ടും കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. വിജയിക്കട്ടെ. നടി നമ്മള് സിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പേരല്ലേ അഞ്ചക്കുള്ള പോക്കൻ. അപ്പൊ അഞ്ചുകളിലൊക്കെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചതാണ്. അപ്പൊ പേര് പറഞ്ഞതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ നമ്മുടെ ആർട്ടിസ്റ്റാണ്. അപ്പൊ ഡയറക്ടർമാർക്കും പ്രൊഡ്യൂസറിനും ആശംസകൾ നേരുന്നു. പടം സൂപ്പറായിട്ടാണ് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഓഡിയോ ലോഞ്ചിനെ വിളിച്ച് നന്ദി. ഓക്കെ. എക്കാലവും കുടുംബ പ്രേക്ഷകർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു തീമാണ് ഇതിലുള്ളത്. അതിന് മുൻപ് ഉള്ളതുപോലെ തന്നെ ഇനിയും എന്നും അത് അതിന്റെ പ്രസക്തി ഒരിക്കലും നഷ്ടമാവില്ല. കുടുംബ പ്രേക്ഷകർക്ക് എക്കാലവും സ്വീകാര്യമായിട്ടുള്ള ഒരു ത്രെഡാണ് ഇതിലുള്ളത്. അപ്പോ എല്ലാവരും ഈ സിനിമ കാണണം. ഇതിലെ സംഗീതമായാലും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് ഈ സിനിമ കാണണം. അപ്പൊ നിങ്ങൾ മീഡിയാസ് കണ്ട് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരുടെ ഇടയിലും ഈ സിനിമ എത്തിക്കണം. തിയേറ്ററിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ ഈ സിനിമ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.